ഹായ് ഹലോ നമസ്കാരം, ശ്രീജിത്താണ്. ഇന്ന് കുറച്ച് അരിനെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് അച്ചാറിട്ടാലോ. ആദ്യം തന്നെ വെളുത്തുള്ളി എടുക്കാം. ചെറിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ഒരു 10-30 അല്ലി ഉണ്ടാവും. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി കുറച്ചെടുക്കാം. അതൊന്ന് അരിഞ്ഞ് ക്ലിയറാക്കി വയ്ക്കാം. വലിയൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിന് ചെറുതായി കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ ഉലുവയാണ് ഇടുന്നത്. അതൊരു 1.5 ടീസ്പൂൺ. ഒരുപാട് കരിഞ്ഞു പോലെ നന്നായിട്ടൊന്ന് ഇളക്കി അത് നല്ലൊന്ന് പൊട്ടുന്ന രീതിയിലാകുമ്പോൾ നമുക്ക് അതിനെ എടുത്ത് പൊടിക്കാം. അതിനെടുത്ത് മാറ്റി വെച്ചിട്ട് ചൂടാറുമ്പോൾ നമുക്ക് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. പിന്നെ അതേ കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് അതും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറുവേപ്പില ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ഒന്നിട്ട് അത്യാവശ്യം നല്ല പോലെ ഒന്ന് വഴറ്റി എടുത്ത് വെക്കാം. ഒരു ബ്രൗൺ കളർ വരുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തേക്കാം. പിന്നെ നമുക്ക് കുറച്ച് നേരത്തെ ഇതാക്കിയിട്ട് വെളുത്തുള്ളി അതും കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചാൽ പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കാം. പിന്നെ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കടുകും ഉലുവയും അതിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടിയാണിത്. 1 ടേബിൾ സ്പൂൺ. നമുക്കതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല പോലെ അങ്ങോട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് അടി പിടിക്കാതെ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണേ. നല്ല പോലെ മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് നമുക്ക് മുക്കാൽ ഗ്ലാസ് വിനീഗറാണ്. വിനീഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇങ്ങോട്ട് ഇളക്കുക. നല്ല പോലെ മിക്സ് ചെയ്ത് അത്യാവശ്യം ചെറിയൊരു തിള വരുന്ന രീതിക്ക് നന്നായിട്ട് അതുവരയ്ക്ക് ഇളക്കി കൊടുക്കുക. അത് നന്നായി തിള വരുമ്പോൾ കുറച്ച് കായം ഒന്ന് മേലെ കൂടി ഒന്ന് ഇത്തിരി നല്ല പോലെ ഒന്നിട്ട് കൊടുക്കണേ. ഒരുപാടാവല്ലേ. പിന്നെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്നാവട്ടെ. ഓക്കെ, അതിന് ശേഷം നമുക്ക് നെല്ലിക്ക അവസാനമാണ് ചേർക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യാം. എല്ലാവിടെ എത്തുന്ന രീതിയിൽ നല്ലപോലെ നെല്ലിക്കനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായിട്ട് ഇളക്കുക. നല്ലപോലെ ഒന്ന് മസാല എല്ലാവരുടെയും പിടിക്കുന്ന രീതിയിൽ അങ്ങ് നല്ലപോലെ അങ്ങ് ഇളക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി നല്ലപോലെ ഇതായതിന് ശേഷം നമുക്കതിനെ തീ ഓഫ് ചെയ്ത് വെച്ച് ചൂടാടിയ ശേഷം നമുക്ക് നല്ലൊരു കണ്ടെയ്നർ, കാറ്റും ഇതൊന്നും കിടക്കാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള വല്ല കണ്ടെയ്നറിലോ കുപ്പി ഗ്ലാസ്സിലോ ഭരണകളിലോ നമുക്ക് ആക്കി വയ്ക്കാം. താങ്ക് യു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, താങ്ക് യു.